ന്യൂറൽ ഫിൽറ്റേഴ്സാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ലാൻഡ്സ്കേപ്പ് മിക്സർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫിൽറ്ററാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയത്. അപ്പോൾ ഈ വീഡിയോയിൽ ക്രിയേറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സെക്ഷനിലെ സ്റ്റൈൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ന്യൂറൽ ഫിൽറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ സ്റ്റൈൽ ട്രാൻസ്ഫർ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ സ്റ്റൈൽ ട്രാൻസ്ഫർ ഓൺ ചെയ്ത് കൊടുത്തപ്പോൾ തന്നെ നമുക്കിവിടെ കുറച്ച് പ്രീസെറ്റുകൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കുറേ പ്രീസെറ്റുകൾ ഞാനിവിടെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ചില പ്രീസെറ്റുകൾ ഇവിടെ ക്ലൗഡിൻ്റെ സിമ്പൽ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ആ ഒരു സിമ്പൽ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് നെറ്റിൽ നിന്ന് ഡൗൺലോഡായി വരണം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ നമുക്കിവിടെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യുന്നതിനായിട്ടുള്ള സ്ലൈഡറുകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് ഒരു റെഫറൻസ് ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നതിനായിട്ടുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഈ പ്രീസെറ്റുകൾ എന്താണ്, ആ പ്രീസെറ്റുകൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്ത് നോക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പിക്ചറിലേക്ക് എനിക്കൊരു സ്റ്റൈൽ അപ്ലൈ ചെയ്യണം. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രീസെറ്റുകളിലുള്ള ഏതെങ്കിലും ഒരു സ്റ്റൈൽ എനിക്കിതിനകത്തേക്ക് അപ്ലൈ ചെയ്യണം. ഇവിടെ കൂടുതലും ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് വരച്ച പോലെയുള്ള അല്ലെങ്കിൽ പെയിൻറ്റിങ് പോലെയുള്ള സ്റ്റൈലുകളാണ് കൂടുതലും കൊടുത്തിരിക്കുക. അപ്പോൾ അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്ന് നോക്കാം. ആർട്ടിസ്റ്റ് സ്റ്റൈൽസ് എന്ന് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇമേജ് സ്റ്റൈൽസ് എന്ന് കൊടുത്തിട്ടുണ്ട്. രണ്ട് രീതിയിലുള്ള സ്റ്റൈലുകളുടെ പ്രീസെറ്റുകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പം ഇതിനകത്ത് ഏത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ആർട്ടിസ്റ്റ് സ്റ്റൈൽസിൽ ഞാനൊരു സ്റ്റൈലിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുവാണ്. അപ്പോൾ ആ ഒരു സമയത്ത് അത് പ്രോസസ്സ് ചെയ്തതിന് ശേഷം ഇവിടെ എന്താണ് വ്യത്യാസം വരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. നോക്കുക, ഞാൻ ഇവിടെ ഏത് സ്റ്റൈലാണോ ക്ലിക്ക് ചെയ്തത് ആ ഒരു സ്റ്റൈലിലേക്ക് നമ്മുടെ ഒരു ആർട്ടിസ്റ്റിക്കായിട്ട് ആ ഒരു പിക്ചറിനെ മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഏത് സ്റ്റൈൽ വേണമെന്നുണ്ടെങ്കിലും ഇവിടുന്ന് പ്രീസെറ്റുകളിൽ നിന്ന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ സ്റ്റൈലിൻ്റെ സ്ട്രെങ്ത് ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ സ്റ്റൈലിൻ്റെ ഒപ്പാസിറ്റി, അതിൻ്റെ ആ ഒരു ട്രാൻസ്പെറൻസി നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഇവിടെ സ്റ്റൈൽ ട്രാൻസ്പെറൻസി 100 ആണ് വന്നിരിക്കുന്നത്. അത് ഞാനൊന്ന് കുറച്ച് കൊണ്ടുവരുവാണ്. നോക്കുക, ഇത് കുറച്ച് കൊണ്ടുവരുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളിവിടെ ഏത് സ്റ്റൈലാണോ ഏത് പ്രീസെറ്റാണോ ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത് ആ അപ്ലൈ ചെയ്ത പ്രീസെറ്റിൻ്റെ ഒപ്പാസിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. ആ അപ്ലൈ ചെയ്ത പ്രീസെറ്റിൻ്റെ ഒപ്പാസിറ്റി കുറയുമ്പോൾ എന്താണ് നാച്ചുറലി സംഭവിക്കുക, നമ്മുടെ ഒറിജിനൽ ഇമേജ് തെളിഞ്ഞ് വരും. അതാണ് അവിടെ സംഭവിക്കുക. അപ്പോൾ നമുക്ക് ആ ഒറിജിനൽ ഇമേജിൻ്റെ കളറാണ് ഇവിടെ തെളിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ ഈ സ്റ്റൈലും നമ്മുടെ റിയൽ ഇമേജുമായിട്ട് അവിടെ മിക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു കുറച്ചൊന്ന് കൂട്ടിക്കൊടുക്കുന്നതായിരിക്കും നമുക്ക് എപ്പോഴും നല്ലത്. എന്നാൽ മാത്രമേ നമുക്ക് ആർട്ടിസ്റ്റിക് ഫീൽ നമുക്കവിടെ കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽ എന്തോരം കൃത്യമായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ലൈഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ, ഈ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ബ്ലർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അതിനെ നമുക്ക് ബ്ലർ ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണ് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ. നോക്കുക, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സബ്ജക്റ്റ് ഒഴിച്ച് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കുറച്ചും കൂടെ ബ്ലറായി കിട്ടി. സാധാരണഗതിയിൽ നമുക്ക് അത്രയും ബ്ലറിൻ്റെ ഒന്നും ആവശ്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ ബ്രൈറ്റ്നസ് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാനായിട്ടുള്ള സ്ലൈഡറാണ് ബ്രൈറ്റ്നസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ലൈഡർ. അതുപോലെ അതിൻ്റെ കളർ ഇൻറ്റൻസിറ്റി നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാനായിട്ടാണ് സാച്ചുറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ലൈഡർ ഇവിടെ ഉള്ളത്. ഇനി പ്രിസർവ് കളർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടിക്ക് ഇവിടെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. പ്രിസർവ് കളർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമേജിലുള്ള ആ ഒരു കളറുകൾ മാത്രം എടുക്കുക, വേറെ കളറുകളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അതാണ് പ്രിസർവ് കളർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനുള്ളിലെ സ്റ്റൈല് മാത്രം ഇങ്ങോട്ടേക്ക് അപ്ലൈ ആകാം, പക്ഷേ ഇതിനുള്ളിൽ കാണുന്ന കളറുകളൊന്നും ഇങ്ങോട്ടേക്ക് അപ്ലൈ ആവില്ല. പകരം നമ്മുടെ ഒറിജിനൽ ഇമേജിലുള്ള ആ കളറുകളായിരിക്കും പ്രിസർവ് ചെയ്ത് അവിടെ വരുന്നത്. അതാണ് പ്രിസർവ് കളർ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്റ്റൈൽ ട്രാൻസ്ഫറിൽ നമ്മൾ ചെയ്യുക. ഇനി ഇവിടെ ഇമേജ് സ്റ്റൈൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനുണ്ട്. ഇമേജ് സ്റ്റൈൽസിൽ പോയിട്ട് ഞാൻ വേറൊരു പ്രീസെറ്റ് ഞാനൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നോക്കുക, നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത് കൊടുത്ത ഈ ഒരു പ്രീസെറ്റിലേക്ക് നമ്മുടെ പിക്ചർ മാറിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിലുള്ള അതേ കളറുകളല്ല നമ്മളിവിടെ കാണുന്നത്. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞിരുന്നു പ്രിസർവ് കളർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടിക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ ഇമേജിൻ്റെ കളറുകളായിരിക്കും നമ്മളവിടെ കാണുക. അതേസമയം പ്രിസർവ് കളർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ്റെ ടിക്ക് ഞാൻ ഇവിടുന്ന് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ഏത് പ്രീസെറ്റാണോ ക്ലിക്ക് ചെയ്തത് ആ ഒരു പ്രീസെറ്റിൽ നിങ്ങൾ ഏത് കളർ കോമ്പിനേഷനാണോ കണ്ടത് അതേ കോമ്പിനേഷനിലേക്ക് നമ്മുടെ ഈ പിക്ചർ മാറുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രിസർവ് കളർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ടിക്കൊന്ന് മാറ്റി നോക്കുക, നിങ്ങൾ ഏത് പ്രീസെറ്റാണോ ക്ലിക്ക് ചെയ്തത് അതിലെ കളർ കോമ്പിനേഷനിലേക്ക് നമ്മുടെ ആ ഒരു പിക്ചർ മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇവിടെ പ്രീസെറ്റുകൾ ഉപയോഗിച്ചും അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രെങ്തും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തും നമുക്ക് ഒരു സ്റ്റൈല് നമുക്ക് ഈ ഒരു പിക്ചറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് നമ്മുടെ സിസ്റ്റത്തിലുള്ള
ഒരു പിക്ചറിൻ്റെ സ്റ്റൈലുമായിട്ട് നമുക്ക് യോജിപ്പിക്കണം നമ്മുടെ ഈ പിക്ചറിനെ എന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷനിലേക്ക് പോവുക. അതിനുശേഷം നേരത്തെ സെലക്ട് ചെയ്ത പോലെ തന്നെ ഇവിടെ ഈ ഒരു ബട്ടൺ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഐക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഏത് ഇമേജാണോ, ഏത് ഇമേജിൻ്റെ സ്റ്റൈലിലേക്കാണോ ഈ ഇമേജിനെ കൊണ്ടുവരേണ്ടത് ആ ഇമേജ് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം യൂസ് ആൻ ഇമേജ് എന്ന് കൊടുക്കുക. നോക്കുക, നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നും നമ്മൾ റെഫറൻസ് ഇമേജായിട്ട് കൊടുത്തിരിക്കുന്ന ആ ഒരു ഇമേജിൻ്റെ സ്റ്റൈലിലേക്ക് നമ്മുടെ ഇമേജിനെ അത് ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ സ്റ്റൈൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂറൽ ഫിൽറ്റർ നമ്മൾ ഉപയോഗിക്കുക. ഇനി നമ്മൾ അടുത്ത ഒരു സെക്ഷനിലേക്ക് പോവുകയാണ്. കളർ എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷനാണ്. അതിനകത്ത് 3 കാര്യങ്ങളാണ്, 3 ഫിൽറ്റേഴ്സാണ് നമ്മൾ പഠിക്കുന്നത്. ഹാർമണൈസേഷൻ, കളർ ട്രാൻസ്ഫർ, കളറൈസ് എന്ന് പറഞ്ഞിട്ടുള്ള 3 ഫിൽറ്ററുകളാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കളറിലുള്ള ഹാർമണൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫിൽറ്റർ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പഠിക്കാം.